ഇത് ഞാൻ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത് മഹാദേവ. നാഗമാണിക്യം എന്ന ഈ മഹാശക്തി എനിക്ക് നാഗലോകത്തേക്ക് തിരിച്ചെത്തിച്ചേ മതിയാകും. അതെന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ ആദിശേഷൻ എന്റെ കൂടെ തന്നെ ഉണ്ടായേ പറ്റൂ. അല്ലയോ മഹാശക്തി, എന്റെ ആദിശേഷനുള്ള സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകൂ. അവൻ എവിടെയാണെങ്കിലും എനിക്ക് കാണിച്ചു തരൂ. ഇതെന്താ ഇത്? ഇത്ര പെട്ടെന്ന് നാഗമാണിക്യത്തിന്റെ ശക്തി മായായല്ലോ. എന്തുകൊണ്ടാണ് ഇതിന്റെ ശക്തി നഷ്ടമായത്? നിന്റെ ശാപമോക്ഷം ഉണ്ടായ ദിവസം തന്നെ മറ്റൊരു നല്ല കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു ശേഷനാഗ. എന്താണത്? ഏത് നാഗമാണിക്യത്തിന്റെ പ്രഭാവത്താലാണോ നാഗലോകത്തുള്ളവരുടെ കണ്ണ് അന്ധമായി തീർന്നിരുന്നത്, അതേ നാഗമാണിക്യത്തിന്റെ ശക്തി നഷ്ടമായിരിക്കുന്നു. എന്റെ സന്തോഷം ഇതാ വർദ്ധിച്ചിരിക്കുന്നു. മോഹിനി, അത് നിനക്ക് കൂടുതൽ സന്തോഷം തരുന്നോ? എനിക്ക് മാത്രമല്ല ശേഷനാഗ, നിനക്കും ഇത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. നാഗമാണിക്യം കയ്യിലുണ്ടെന്നുള്ള അഹങ്കാരത്താലല്ലേ ആ നാഗലോകത്തുള്ളവർ നമ്മളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചത്. ഒരാൾ പോലും നമുക്ക് വേണ്ടി അന്ന് സംസാരിച്ചിട്ടില്ല. നിന്റെ ശാപമോക്ഷത്തിന് വേണ്ടി ആരെങ്കിലും അന്ന് ശ്രമിച്ചിരുന്നോ? ഇല്ല. നിന്റെ അമ്മയോ ജ്യേഷ്ഠനോ ആരും തന്നെ നിന്നെ രക്ഷിക്കാനുള്ള ശ്രമം പോലും നടത്തിയില്ല. പിന്നെ അവരുള്ള ആ ലോകത്തെപ്പറ്റി എന്തിനാണ് ചിന്തിക്കുന്നത്? അവർക്ക് നിന്നെ വേണ്ട എന്നാണെങ്കിൽ നിനക്കും അവരെ വേണ്ട ശേഷനാഗ. എന്റെ ജ്യേഷ്ഠൻ ആദിശേഷൻ അങ്ങനെ ഒരാളല്ല മോഹിനി. അവനെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. അവന് നാഗലോകവും പ്രാണനാണ്, നാഗമാണിക്യവും പ്രാണനാണ്. അതുകൊണ്ട് ഭൂമിയിൽ പോയി പ്രാണൻ നഷ്ടമായി. എന്താ? എന്റെ ജ്യേഷ്ഠൻ? അതെ, നിന്റെ ജ്യേഷ്ഠന്റെ പ്രാണൻ ഭൂമിയിലുള്ള ദുഷ്ടമനുഷ്യർ കൈക്കലാക്കി. നാഗമാണിക്യത്തെ തന്നെ സ്വന്തമാക്കി. എന്റെ ജ്യേഷ്ഠൻ ആദിശേഷൻ അവൻ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ നീ ദുഃഖിക്കുന്നു ശേഷനാഗ. എന്നാൽ നീ കല്ലായി മാറിയപ്പോൾ നിന്റെ ആദിശേഷൻ ഒരിക്കലും വന്ന് നിനക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നിനക്ക് എന്തിനാണ് ഈ വിഷമം? നിന്റെ ജ്യേഷ്ഠൻ ഭൂമിയിൽ വീണ്ടും പുനർജനിച്ചിട്ടുണ്ട്. നാഗമാണിക്യം നഷ്ടമായ കാരണത്താൽ നാഗമാണിക്യം നേടാൻ ആദിശേഷന്റെ ഭാര്യ ശിവാനിയും കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് നീ കേട്ടേ മതിയാകൂ ശേഷനാഗ. ഏത് നാഗലോകത്തിന്റെ ശാപത്താൽ നീ കല്ലായി മാറിയോ, ആ നാഗലോകത്തിന്റെ തന്നെ അധിപതി ആകണം. നീ മഹാരാജനായി മാറണം. അതെങ്ങനെയാണ് സാധിക്കുക? എന്റെ ജ്യേഷ്ഠൻ ആദിശേഷൻ അവൻ മരിച്ചിരിക്കുന്നു. പട്ടാഭിഷേകം നടക്കുന്നതിന് മുൻപേ മറ്റാരെങ്കിലും ആ നാഗലോകത്ത് വന്ന് മഹാരാജാവാൻ സാധ്യതയുണ്ട്. അതിന് നീ ഒരു അവസരം നൽകാൻ പാടില്ല. നാഗലോകത്തിന്റെ തന്നെ അധിപതിയായി മാറേണ്ടത് ആ ശിവാനിയുടെ ആദിശേഷനല്ല, ഈ മോഹിനിയുടെ ശേഷനാഗനാണ്.
ഒരു മന്ത്രം കൊണ്ടും നാഗമാണിക്യം ചലിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നേ? നാഗമാണിക്യത്തിന്റെ ശക്തി എന്തുകൊണ്ട് മായയായി? വെളിച്ചം എങ്ങനെ നഷ്ടമായി? നാഗമാണിക്യത്തിന്റെ ശക്തി എങ്ങനെയാണ് നഷ്ടമായത് ഭഗവാനെ? എനിക്കുത്തരം തരൂ മഹാദേവ. നാഗമാണിക്യം സ്പർശിച്ചാൽ ഉടനെ ശരീരത്തിൽ ഒരു സഞ്ചാരം തോന്നുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഒന്നും തോന്നുന്നില്ല. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? അതോ നാഗമാണിക്യം എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്കുത്തരം തരൂ ഭഗവാനെ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല മോഹിനി. എത്രയോ വർഷങ്ങൾക്ക് ശേഷം നാം തമ്മിൽ കാണുന്നു. ഇനിയെങ്കിലും നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിക്കണം. എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. കല്യാണം എന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ജീവിതം വിശേഷപൂർണമാവണമെങ്കിൽ ആ നാഗമാണിക്യം നമ്മുടെ കൈകളിൽ എങ്ങനെയും എത്തിയേ മതിയാകൂ. എന്നാൽ നാഗമാണിക്യം അതിന്റെ ശക്തി എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് നീ തന്നെ പറഞ്ഞില്ലേ മോഹിനി? ആയിക്കോട്ടെ, അതിന്റെ ജീവാത്മാവിനെ തിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ജീവാത്മാവിനെ നാഗമാണിക്യത്തിന്റെ ഉള്ളിൽ കയറ്റുന്നയാൾ നാഗമാണിക്യത്തിന്റെ അധിപതിയായി തീരുന്നതാണ്. അവർക്ക് മാത്രം നാഗലോകത്തിന്റെ സർവ്വ അധികാരവും ഉണ്ടായിരിക്കും. നീ രാജാവായി മാറിയാൽ നാഗങ്ങളെ തന്നെ കല്യാണം കഴിക്കണമെന്ന നിയമമുണ്ടല്ലോ, അത് നീയായി പിൻവലിക്കണം. നാഗലോകം കാരണം നാശമായ പ്രേതലോകത്തെ വീണ്ടും സൃഷ്ടിച്ച് നാഗലോകത്തെയും പ്രേതലോകത്തെയും ഒരുമിപ്പിക്കണം. ഭീതിയെ തുടച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് പ്രണയത്തെ ഒന്നാക്കിയെടുക്കാം. അല്ല, ഇതൊക്കെ നാഗലോകത്തിന്റെ നിയമത്തിന് തന്നെ വിരുദ്ധമാണ്. നിന്നെ കല്ലാക്കി മാറ്റിയ ആ നാഗലോകത്തെ പറ്റി അനുകമ്പ വേണ്ട ശേഷനാഗ. നിനക്കെന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നീ ആ ആദിശേഷനെ വധിച്ചേ മതിയാകൂ. ഞാൻ നാഗലോകത്തിൽ ജനിച്ചവനാണ്. നാഗലോകം എന്റെ ലോകമാണ്. ആ പുണ്യലോകത്തിനെ ഞാനായിട്ട് നശിപ്പിക്കണമെന്നോ? സാധ്യമല്ല മോഹിനി. സ്വാമിജി, തെറ്റ് സംഭവിച്ചു പോയി. എന്റെ ഭാഗത്തു നിന്നും വലിയൊരു തെറ്റ് പറ്റിപ്പോയി. നാഗമാണിക്യം എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കില്ല എന്ന് വാക്ക് കൊടുത്തിട്ട് പോലും അങ്ങ് പറഞ്ഞതുകൊണ്ട് ആദിശേഷനെ തിരയാൻ വേണ്ടി നാഗമാണിക്യം ഞാൻ എടുത്തു. പക്ഷെ അപ്പോൾ മുതൽ നാഗമാണിക്യം സ്വന്തം ശക്തി ക്ഷയിച്ച് നിശ്ചലമായി നിൽക്കുകയായിരുന്നു സ്വാമിജി. അയ്യോ പരമാത്മാ, നിശ്ചലമല്ല മകളെ, ജീവാത്മാവില്ലാതെയായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റെന്താണ് സ്വാമിജി? നീ കാരണം ഒരു തെറ്റും സംഭവിച്ചില്ല. എന്നാൽ സ്വയം നാഗമാണിക്യം ജീവാത്മാവിനെ നഷ്ടപ്പെടുത്തി. ജീവാത്മാവ് നിശ്ചേദം ജീവചരാചരങ്ങളെ പോലെ, ജീവികളെ പോലെ, ജലം, മണ്ണ്, വായു
മണ്ണിന്റെ ഓരോ പൊടിപൊടിയിലും പരമാത്മാവിന്റെ അംശമുണ്ടായിരിക്കും. അതാണ് ജീവാത്മാവ്. ചില സന്ദർഭങ്ങളിൽ ജീവാത്മാവ് ശരീരത്തിന് പുറത്തു വന്ന് ചുറ്റും അലഞ്ഞു തിരിയും. ഇത് ആരെ കൊണ്ടും തടയുവാൻ സാധിക്കില്ല. അല്ല സ്വാമിജി, നാഗമാണിക്യം മഹാ ചൈതന്യമുള്ളതല്ലേ? അതിൽ നിന്നും ജീവാത്മാവ് എങ്ങനെയാണ് പുറത്തു പോകുന്നത്? നീയല്ല ദുഷ്ടമന്ത്രവാദികൾ നിന്റെ കയ്യിലുള്ള നാഗമാണിക്യം സ്വന്തമാക്കുവാൻ ദുഷ്കർമ്മത്തിന് വേണ്ടി പൂജ ചെയ്ത കാരണത്താലാണ് ഇതുണ്ടായത്. അതുമാത്രമല്ല, കഴിഞ്ഞ 120-ലധികം സംവത്സരങ്ങൾ കൊണ്ട് ചൈതന്യ മഹാപൂജ നാഗമാണിക്യത്തിന് നടത്താത്തതും ഇതിന് മറ്റൊരു കാരണമാണ്. ജീവാത്മാവില്ലാത്ത നാഗമാണിക്യം ആത്മാവ് നഷ്ടപ്പെട്ട് വെറുമൊരു കല്ലു മാത്രമായി. ഇതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും കേട്ടിട്ടേ ഇല്ല സ്വാമിജി. ഏത് കാര്യം എപ്പോൾ കേൾപ്പിക്കണമെന്നുള്ള കാര്യം ആ സർവേശ്വരന്റെ, ആ മഹേശ്വരന്റെ ഇച്ഛയാണ്. അങ്ങനെയാണെങ്കിൽ നാഗമാണിക്യത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അത് നീ ചെയ്യേണ്ടതാണ്. നിന്നെ കൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ. എന്റെ മാതാവിനെ, ബന്ധുമിത്രാദികളെ കൊന്ന ആ ലോകം നാശമാക്കിയാൽ ആ പാപമൊക്കെ എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ തന്നെ എന്നെ നാഗലോകത്ത് നിന്നും ബഹിഷ്കരിച്ചിട്ട് 125 സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു പുണ്യലോകത്തെ ഞാനും നാശമാക്കാൻ ശ്രമിച്ചാൽ ഈ ജന്മം മാത്രമല്ല മോഹിനി, എന്റെ എല്ലാ ജന്മത്തിലും ഞാൻ ആ പാപത്തിന്റെ ശാപം പേറേണ്ടി വരും മോഹിനി. വേണ്ട മോഹിനി, എന്റെ പ്രിയപ്പെട്ടവരെ കൊന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്നൊരു ശക്തി എനിക്ക് വേണ്ട മോഹിനി. എന്നുവെച്ചാൽ നിനക്കെന്റെ പ്രണയം വേണ്ട ശേഷനാഗ? നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാകുമോ മോഹിനി? നിന്നെ എനിക്ക് കിട്ടില്ല എന്നാണെങ്കിൽ എന്നെ ആ പഴയ കല്ലാക്കി മാറ്റൂ മോഹിനി. നീ കല്ലാവേണ്ട ആവശ്യമില്ല ശേഷനാഗ. നിന്റെ മനസ്സിനെ കല്ലാക്കി മാറ്റൂ. നിന്റെ ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കും വരെ നീ നാഗലോകത്തിന്റെ അധിപതിയാവാൻ സാധ്യതയില്ല. നീ അവനെ കൊന്നേ മതിയാകൂ. നീ കല്ലായിരുന്നപ്പോൾ നിന്നോട് യാതൊരു അനുകമ്പയും കാണിക്കാത്ത ആദിശേഷൻ നിന്റെ ശത്രു മാത്രമാണ്. അല്ല, ആലോചിച്ചു നോക്കൂ ശേഷനാഗ. നന്നായി ആലോചിച്ചിട്ടൊരു മറുപടി പറയൂ. എന്നാൽ നീ നൽകുന്ന ആ ഉത്തരം ആ ആദിശേഷനെ വധിച്ച് എന്നെ കല്യാണം കഴിക്കുമെന്ന ഉത്തരം മാത്രമായിരിക്കണം. ആലോചിക്കൂ. സ്വാമിജി, നാഗമാണിക്യത്തെ പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു മാർഗം പറഞ്ഞു തരൂ. നാഗമാണിക്യമില്ലാതെ ഞാനോ ആദിശേഷനോ നാഗലോകമോ ഒന്നും രക്ഷപ്പെടില്ല. ജീവാത്മാവ് എങ്ങനെയാണ് ഞാൻ തിരികെ പിടിക്കുന്നത്? ആദിശേഷനെ എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? അങ്ങനോട് പറഞ്ഞത് ജീവാത്മാവ് ആദിശേഷനിൽ മാത്രമേ ചേരൂ എന്നല്ലേ? പക്ഷെ ആദിശേഷൻ എവിടെയാണ് സ്വാമിജി? ആതങ്കം ആവശ്യമില്ല തായേ. നീ ജീവാത്മാവിനെ നേടുമ്പോഴേക്കും അത് നാഗമാണിക്യത്തിലെത്തിക്കുവാൻ ആദിശേഷൻ ഉറപ്പായും വരും. ഇത് ആ ദൈവേച്ഛയാണ്. ഇപ്പോൾ നീ ജീവാത്മാവിനെ നേടുന്നതിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. ആദിശേഷൻ നാഗലോകത്തിന്റെ രാജാവായി മാറുന്നതിന് വേണ്ടി ഞാൻ എന്തും തന്നെ ചെയ്യാം സ്വാമിജി. അങ്ങ് പറഞ്ഞാലും ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ഒപ്പം വരൂ. നിനക്കെല്ലാം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. നീ എന്ത് തീരുമാനിച്ചു ശേഷനാഗ? എന്താ നിനക്കെന്നെ വേണ്ടേ? എന്റെ പ്രണയം നീ നിരസിക്കുകയാണോ? 125 സംവത്സരങ്ങളുടെ എന്റെ തപസ്സിന് നീ ഈ മൗനമാണോ ഉത്തരമായി നൽകുന്നത്? ശരി,
നിന്റെ ഈ മൗനമാണ് എനിക്കുള്ള ഉത്തരമെങ്കിൽ ഞാൻ എന്നെ തന്നെ സ്വയം ശപിക്കുകയാണ്. ഭൂഗർഭത്തിലേക്ക് പോകുന്നു. ഓം പ്രേതരാജേശ്വരിയായി നമഃ. എന്നെ കല്ലാക്കി മാറ്റൂ തായേ. എന്നെ അവിടുന്ന് ഭൂഗർഭത്തിൽ എത്തിച്ചാലും. ഓം പ്രേതരാജേശ്വരിയായി നമഃ. എനിക്ക് വേണ്ടി 125 സംവത്സരങ്ങൾ തപസ്സനുഷ്ഠിച്ച് എനിക്ക് പുനർജന്മം തന്ന ദേവതയാണ് നീ. അങ്ങനെയുള്ളപ്പോൾ നിന്റെ വാക്കെനിക്ക് വേദവാക്യമാണ് മോഹിനി. നീ പറയുന്നത് പോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് മോഹിനി. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറയൂ. നിന്റെ തീരുമാനം ഇതല്ലായിരുന്നെങ്കിൽ ഞാൻ സ്വയം ശപിച്ച് ഭൂഗർഭത്തിൽ എത്തിയതിനു ശേഷനാകാ. എന്നാൽ നീ അതിനുള്ള അവസരം ഉണ്ടാക്കിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ശേഷനാഗ. ഞാനിപ്പോൾ എന്ത് ചെയ്യണം മോഹിനി? കല്യാണം കഴിക്കണം. നമ്മുടെ കല്യാണം നടക്കണമെങ്കിൽ നീ പറഞ്ഞതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്? നമ്മുടെ കല്യാണം നടന്നാൽ ഉറപ്പായും ലക്ഷ്യത്തിലെത്തില്ല. ഇവിടെ കല്യാണം നടക്കേണ്ടത് നിനക്ക് മാത്രമാണ്. എന്താണ് നിന്റെ വാക്കിന്റെ അർത്ഥം? ഞാൻ കല്യാണം കഴിക്കുമെങ്കിൽ അത് നിന്നെ മാത്രമാണെന്ന് അറിഞ്ഞിട്ടും എന്തൊക്കെയായി പറയുന്നത്? എന്നെ നീ കല്യാണം കഴിച്ചാൽ നാഗമാണിക്യത്തിലേക്ക് ജീവാത്മാവിനെ കയറ്റാൻ നിനക്കാകില്ല ശേഷനാഗ. ആ ഒരു കാര്യം നടക്കണമെങ്കിൽ മകം നക്ഷത്രത്തിൽ പൂജാതയായ സുന്ദരിയായ ഒരു മനുഷ്യ കന്യകയെ നീ വിവാഹം കഴിക്കണം. മോഹിനി, എന്താ നീ പറഞ്ഞു വരുന്നത്? അതെ ശേഷനാഗ, നിനക്ക് ശാപമോചനം ലഭിച്ചുവെങ്കിലും ശാപഗ്രസ്ത ജന്മമാണ് നിന്റേത്. നിനക്ക് നാഗലോകത്തിൽ യാതൊരു അധികാരവുമില്ല. എന്തുകൊണ്ടെന്നാൽ നിന്നെ നാഗലോകത്ത് നിന്ന് ശപിച്ച് ഭ്രഷ്ട് കൽപ്പിച്ചതാണ്. അതുകൊണ്ട് നീ വീണ്ടും പൂർവ്വ ചൈതന്യത്തിലേക്ക് വരണമെങ്കിൽ നീ ഭൂമിയിലുള്ള ഞാൻ പറയുന്ന ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. എന്നാലേ നിനക്ക് പൂർവ്വജന്മ ചൈതന്യം ലഭിക്കുകയുള്ളൂ. നാഗമാണിക്യത്തിൽ ജീവാത്മാവ് കയറ്റാനുള്ള ശക്തി അപ്പോൾ മാത്രമേ നിനക്ക് ലഭിക്കൂ. മോഹിനി, ഞാൻ നിന്റെ ഒപ്പം ജീവിക്കേണ്ടവനാണ്. നിനക്ക് എന്റെ ഒപ്പം സന്തോഷമായി ജീവിക്കണമെങ്കിൽ നീ അവളെ കല്യാണം കഴിച്ചേ മതിയാകൂ. അവളെ കല്യാണം കഴിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. അവളോടൊപ്പം ജീവിക്കാൻ ഞാൻ പറഞ്ഞില്ല. എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് നീ സമ്മതിച്ചതാണ്. നീ അങ്ങനെ ചെയ്യില്ലേ ശേഷനാഗ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏതാണ് ആ കന്യക? എവിടെയാണ് അവളുള്ളത്? അറിയില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഭൂമിയിലേക്ക് പോയി കണ്ടുപിടിച്ചിട്ട് വരാം. മോഹിനി, നീ എന്നെ വിട്ടുപോകുവാണോ? നിന്നെ വിട്ടുപോകാൻ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ 125 സംവത്സരങ്ങൾ ഞാൻ തപസ് ചെയ്യില്ലായിരുന്നു ശേഷനാഗ. ഇപ്പോൾ ഞാൻ പോകുന്നത് നമുക്കൊരുമിക്കാൻ വേണ്ടിയാണ്. അതെത്രയും വേഗം തന്നെ സംഭവിക്കണം.
രാജേശ്വരി, മകം നക്ഷത്രത്തിൽ അമൃത സമയത്ത് ജനിച്ച ആ പെൺകുട്ടിയെ അവൾ എവിടെയുണ്ടെന്ന് എനിക്ക് കാട്ടിത്തരൂ തായേ, കാട്ടിത്തരൂ തായേ, കാട്ടിത്തരൂ.